സാറ് അമ്മയുടെ വോട്ടിങ്ങിന് വന്നൊരു വീഡിയോ ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പഴയ സാറിനേക്കാളും വല്ലാണ്ട് മാറി, വയസ്സായി, ഇപ്പൊ എന്തെങ്കിലും അസുഖമാണോ, ഇന്ന പോലുള്ള അസുഖം ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്ന നിനക്ക് ഇതൊക്കെ ഇത്ര ആധികാരികമായിട്ട് എഴുതാൻ സാധിച്ചു? ഊഹം വെച്ചിട്ട് ഒരാളുടെ കാര്യങ്ങൾ പറയാൻ പാടില്ല, അത് ഭയങ്കര തെറ്റാണ്. അവിടുന്ന് അമ്മ അസോസിയേഷനിൽ പെൻഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് വരുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറാണ്, എനിക്കിതിനെ പെൻഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇവരൊക്കെ വോട്ടിങ്ങിന് വരുന്നത് എന്ന്. ഞാൻ പ്രധാന കാരണം ഈ ദേവൻ എന്ന് പറയുന്നത് എന്റെ കസിനാണ്. ഇപ്പൊ പറയല, ദേവന് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. സാറ് ഓവർ ഡ്രിങ്ക് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഒരുമിച്ചിരുന്ന് നിങ്ങൾ അങ്ങനെയൊക്കെ കാര്യം സാറിന് എന്ത് പറ്റിയതാ? പഴയ ഒരു സാറിന് കാണാൻ പറ്റുന്നില്ലല്ലോ. ചേട്ടന്റെ ആരോഗ്യ പ്രശ്നം വെച്ചിട്ട് അധികം വെയിറ്റ് കൂടരുതെന്ന് ഡോക്ടർ കർശനായിട്ട് പറഞ്ഞു. അപ്പം ഒരുവിധം നല്ലപോലൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പ്രായം വരുമ്പോൾ കുറെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. കുടിക്കുന്ന വെള്ളത്തിന് പോലും 2 അളവുണ്ടെന്നും ഇത്രയും ആൾക്കാർ വിഷമത്തോടൊക്കെ ചോദിച്ചപ്പോ നമുക്ക് ഭയങ്കര സന്തോഷം, ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഇതൊക്കെ നല്ല നമുക്കറിയാവുന്ന ഒരു തൊഴിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷം. ഈ സന്തോഷമാണ് നമ്മുടെ ആരോഗ്യം. എത്ര നിർബന്ധിച്ചിട്ടും പറയാത്തൊരു കാര്യം ഞാൻ ചൂന്നെടുത്തിട്ടുണ്ട്. നിങ്ങളിത് ലവ് മാരേജ് ആണ്, എങ്ങനെയാ കണ്ടുമുട്ടിയെന്നൊക്കെ. സാറിന് പറയാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ കുത്തി ചോദിച്ചെടുത്തതാ. പറയുമ്പോ മാമിന്റെ അദ്ദേഹത്തിന് അത് പറയാൻ താല്പര്യം, അത് ഓർക്കാൻ പോലും താല്പര്യം. സാർ വൈഫ് അടുത്തിരുന്നിട്ട് പറയുന്നേ കേട്ടോ, ഓർക്കാൻ പോലും താല്പര്യം ഇല്ലാന്ന്. ദുരന്ത സംഭവം. ഞാനാണ് അതും ചിരിച്ചേ. ഞാൻ ചിരിച്ചു, അപ്പൊ ഇദ്ദേഹം ചിരിച്ചു. അത് പിന്നെ അങ്ങക്ക് വേർപിരിയേണ്ടി വന്നിട്ടില്ല. അന്ന് ചിരിക്കണ്ടെന്ന് തോന്നിയോ? ചേട്ടൻ വളരെ കുറവാണ് വീട്ടിൽ തമാശയൊക്കെ പറയുന്ന കുറവ്, പക്ഷെ പറയുന്ന ക്രൂരമായ തമാശ. ആ സിനിമ ഭയങ്കരമായിട്ട് മാറി. ആ കാലഘട്ടത്തിലെ സിനിമകളിൽ നിന്ന് വളരെയധികം മാറി. ഞാനന്ന് സാറിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നലെ ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും അവിടെ നിന്നൊക്കെ ആളുകൾ വിളിക്കുന്നു. ഞാൻ ഇത്ര വലിയ ആളാന്നുള്ള മനസ്സിലായത് മീഡിയ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്.